തിരുമ്പാനുള്ള കള്ളമടി കൊണ്ടാണ് മെഷീനൊക്കെ വാങ്ങിച്ചിട്ടോ. പറഞ്ഞിട്ട് എന്താ കാര്യം? തുണി തിരുമ്പി കഴിഞ്ഞാൽ ചില സമയത്ത് വല്ലാത്തൊരു നാറ്റടിക്കേ. അപ്പം അത് മാറാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സുർക്കയും നാരങ്ങയും കൂട്ടത്തിൽ പേസ്റ്റും വേണം. വാഷിംഗ് മെഷീനെ നല്ല രീതിക്കൊന്ന് പല്ല് തേച്ച് വിടണം. വാഷിംഗ് മെഷീൻ വാങ്ങിയാൽ മാത്രം പോരാ കേട്ടോ. മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, നല്ല രീതിയിൽ കുളിപ്പിച്ച് മിടുക്കിയാക്കിയിട്ടില്ലെങ്കിൽ ഇതുമാതിരി അഴുക്ക് അടിഞ്ഞിരിക്കും. ഈ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ അഴുക്കടിയുന്ന ഒരു ഭാഗമാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് അവിടുന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഊരിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നമ്മളെ കയ്യിലോട്ട് അങ്ങോട്ട് പോരും. എന്നിട്ട് നമ്മളത് രണ്ടാക്കി ഇതുപോലെ മാറ്റണം. ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് 2-3 മാസമൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ തുണി തിരുമ്പിയിട്ട് വല്ല കാര്യമുണ്ടോ? തുണിക്ക് ബാഡ് സ്മെല്ലും ഉണ്ടാവും, പിന്നെ നല്ല മെനക്ക് വൃത്തിയാവുകയും ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ മാസത്തിൽ 1-2 തവണയൊക്കെ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നെമാതിരി വാഷിംഗ് മെഷീൻ 1-2 തവണയൊക്കെ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എന്താ പറയുക, മിനിമം മാസത്തിൽ ഒരു തവണയെങ്കിലും എക്കോ ടബ് ക്ലീൻ ഓൺ ആക്കിയിരിക്കണം. ചിലപ്പോൾ ഒക്കെ ഞാൻ ഒരു 1.5 മാസമൊക്കെ അങ്ങനെ ഗ്യാപ്പ് വരാറുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ വല്ല സ്പോഞ്ചൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ഉരച്ചാൽ തന്നെ ഇതിൽ പറ്റി പിടിച്ച അഴുക്കൊക്കെ പോകും. പക്ഷേ ഇതുപോലെ ബ്രഷിൽ പേസ്റ്റൊക്കെ ആക്കി തേക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, അരിപ്പ മാതിരി കുഞ്ഞു കുഞ്ഞു തുളയാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തരിമണ്ണുകൾ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ പോയി കിട്ടാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ബ്രഷിൽ പേസ്റ്റാക്കി ഉരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പ്ലെയിൻ ഫ്ലോറിലൊക്കെ ഇത് ഇങ്ങനെ കഴുകൽ കഴിഞ്ഞതിന് ശേഷം മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താലേ ഈ കുഞ്ഞി തുളയിലൊക്കെ അടിഞ്ഞിട്ടുള്ള കുഞ്ഞി മണൽ തരികളൊക്കെ ഉള്ള അതുമാതിരിയുള്ള തരികൾ നിലത്തേക്ക് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനപ്പോൾ ഇപ്പോൾ അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലോറിലൊന്നല്ല, നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള തരിപ്പിലാണ് ഇത്തിരി കൊട്ടി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെക്കാൻ ബാക്കി ഉണ്ടാവില്ല. മെല്ലെ വേണം നമ്മളതിങ്ങനെ കൊട്ടി കളഞ്ഞു കൊടുക്കാനായിട്ട് കേട്ടോ. കണ്ടില്ലേ, ഞാനൊരു കവർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ വേസ്റ്റൊക്കെ ഒന്ന് തുടച്ചെടുത്തതാണ്. തുണി വെച്ച് തുടച്ചാൽ അതിലാവൂലേന്ന് ഓർത്തിട്ട് അമ്മാതിരി വേസ്റ്റ് അടിഞ്ഞിട്ടുണ്ട്. എൻ്റെ താഴോട്ടൊരു തുളയാണേ, ഒരു ഓട്ട മാതിരി. അപ്പം അതിലോട്ടും ഇറങ്ങി ആ വേസ്റ്റ് വീണിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കുത്തി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞാനത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ക്ലീനിങ് പൗഡർ മേടിക്കാൻ കിട്ടുമേ. അപ്പം ഞാൻ ചിലപ്പോൾ ഒക്കെ അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ടബ് ക്ലീൻ ചെയ്യൽ. അപ്പം അത് ഇല്ലാത്ത സമയങ്ങളിൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള സുർക്കയോ അതുപോലെ നാരങ്ങയോ പേസ്റ്റോ ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് ക്ലീൻ ചെയ്യും. വാഷിംഗ് മെഷീൻ്റെ ടബ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൗഡറൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനായിട്ടും പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമേ. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ടബ് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചധികം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുമാതിരി സുർക്കയും നാരങ്ങയും പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുമ്പോഴാണ് കേട്ടോ. മെഷീനിൽ തുണിയൊക്കെ അലക്കുന്ന സമയത്തെ സോപ്പ് പൊടി ഇടാനുള്ള ഒരു ചെറിയ ബോക്സ് പോലെ ഒരു ഭാഗമുണ്ട്. അതിലോട്ട് നമ്മൾ സോപ്പ് പൊടിയൊക്കെ നിറച്ച് വെച്ച് അങ്ങനെ മെഷീൻ ഓൺ ആക്കിയിടും. പക്ഷേ എപ്പോഴും ഒന്നും നല്ല രീതിക്ക് ആ സോപ്പ് പൊടി മൊത്തം ഡബിലേക്ക് ഇറങ്ങില്ല കേട്ടോ. അതിന് കാരണമുണ്ട്, മെഷീൻ്റെ ബാക്കിലോട്ടൊരു ടാപ്പിൻ്റെ കണക്ഷൻ ഉണ്ട്. അതിലും ഇതുമാതിരി പൈപ്പിലും ടാങ്കിൽ നിന്നൊക്കെ വരുന്ന പൂഴിയും ഇലയും കരടും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വളരെ സ്ലോ ആയിട്ടേ വരുള്ളൂ. അങ്ങനെ സ്ലോ ആയിട്ട് വെള്ളം വന്നു കഴിഞ്ഞാലോ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളത്തെ സോപ്പ് പൊടി മൊത്തം സ്പീഡിൽ ഇതുമാതിരി നമ്മുടെ ടബിലോട്ട് വീഴില്ല. എന്നു വെച്ചാൽ ഒരു ഭാഗത്തു കൂടെ മാത്രമാണ് ചിലപ്പോൾ ഒക്കെ എൻ്റെ മെഷീനിൽ വെള്ളം വരാറുള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു ഏരിയത്തെ സോപ്പ് പൊടി മാത്രമല്ലേ ടബിലോട്ട് വീഴുള്ളൂ. എന്തായാലും ടബിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് ക്ലീൻ ആക്കുകയാണ്. അപ്പം ഞാൻ കരുതിയിരുന്ന മെഷീൻ്റെ പുറവും അതുപോലെ നമ്മുടെ ആ ടാപ്പിൽ നിന്ന് വരുന്ന പൈപ്പിൻ്റെ ഒരു കണക്ഷനൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി മേനയാക്കി അങ്ങോട്ട് എടുക്കാമെന്ന്. മെഷീൻ്റെ മേലെയൊക്കെ എപ്പോഴും വെള്ളം നനവൊക്കെ അധികം ആവുന്ന സമയത്ത് നല്ലോണം ഒന്ന് തുടച്ച് വിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുരുമ്പ് മാതിരിയൊക്കെ സൈഡിൽ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ മെഷീൻ്റെ ഒരു സൈഡിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെള്ളം മേലേക്കൂടെ അങ്ങോട്ട് കോരി ഒഴിച്ച് പാർന്നേക്കരുത്. ഇതുപോലെ 1-2 തുണിയൊക്കെ എടുത്തിട്ട് നല്ല രീതിക്ക് മെനക്ക് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം നനവുള്ളൊരു തുണി കൊണ്ട് മെഷീൻ മൊത്തം ഒന്ന് തുടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുമ്പാൻ തന്നെയുള്ള ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് മെഷീൻ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ഏറ്റവും ഫേവറേറ്റ് ആയത് എൻ്റെ വാഷിംഗ് മെഷീൻ തന്നെയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ തിരുമണകല്ലിൻ്റെ അവിടുന്ന് കയറാറേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വൈകിട്ടാകുമ്പോഴത്തേക്കും കാലിൻ്റെ അടി ഫുള്ള് തുളയാവും.
മൊത്തം റോസ് കളറൊക്കെ ആയിട്ട് നീറിയിട്ടും ചൊറിഞ്ഞിട്ടും ഒക്കെ ഗദ്യഞ്ചും കെട്ടായിരുന്നു ഞാൻ. മെഷീൻ കിട്ടിയതിന് ശേഷം പകുതി മുക്കാൽ എൻ്റെ പണികളും ഒരുങ്ങാൻ തുടങ്ങി. അത്രയും എനിക്ക് തിരുമ്പുന്നത് അലർജിയായി മാറിയായിരുന്നു. ടബ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഘട്ടം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുള്ളത് മെഷീനിലോട്ട് വരുന്ന ആ ഒരു ടാപ്പിൻ്റെ കണക്ഷനില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതൊരു അരിപ്പ മാതിരിയാണ് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ടാങ്കിലെയും അതുപോലെ പൈപ്പിലെയൊക്കെ കരടും പൂഴിയും മണ്ണും ഒക്കെ ആ ഒരു ടാപ്പിൻ്റെ അറ്റ ഭാഗത്തുള്ള അരിപ്പയിലോട്ട് നിറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, സ്പീഡിൽ മെഷീനിലോട്ട് വെള്ളം വരില്ല. വെള്ളം നല്ല രീതിക്ക് സ്പീഡിൽ വന്നിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ തുണി തിരുമ്പൽ കഴിയില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്വിക്ക് വാഷിലാണ് ഇടുന്നതെങ്കിൽ ഒരു 28 മിനിറ്റൊക്കെ ആയിരിക്കും തുണി അലക്കി ഊരി പിഴിഞ്ഞ് ഉണക്കി കിട്ടാനായിട്ട്. അപ്പോൾ തുണിയൊക്കെ തിരുമ്പൽ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഊരി പിഴിയേണ്ട നേരെ അങ്ങോട്ട് ഉണക്കാനായിട്ടുള്ള ഓപ്ഷനിലോട്ട് മാറും. എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ആ ഒരു വരവിൻ്റെ ടൈം കൂടുകയാണ് ഇതിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോഴും തുണി മെനക്കി കിട്ടില്ല, തുണിക്ക് ബാഡ് സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കൂടെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് വെള്ളം സ്പീഡിൽ വരുള്ളൂ. ഈ ഒരു ഭാഗം അഴിച്ചെടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഏട്ടനോ ആദ്യമൊക്കെയാണ് എനിക്കത് ഇങ്ങനെ ഊരിയെടുത്ത് തരാറ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു അരിപ്പയുടെ ഉള്ളിൽ നിറച്ച് പൂഴിയും മണ്ണും ചളിയും കരടുകളും ഒക്കെ ഉണ്ട്. ടാപ്പൊക്കെ തുറന്ന് നല്ല സ്പീഡിൽ പിടിക്കുമ്പോഴത്തേക്കും അത് അത്യാവശ്യം നല്ല രീതിക്ക് വൃത്തിയാവുകയൊക്കെ ചെയ്യും. എന്നാലും അതിൻ്റെ ഉള്ളിലുള്ള തരിമണലൊക്കെ ഒന്ന് പോയി കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ ഇതിനെ ഒന്ന് പല്ല് തേപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്തിരി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മെനക്കങ്ങനെ തേച്ച് മിനുക്കി എടുക്കുകയാണ് കേട്ടോ. പേസ്റ്റ് ഇട്ടിട്ട് ഉരച്ച് കഴിഞ്ഞാലേ നല്ലോണം നിറം വയ്ക്കും, അതിൻ്റെ ഉള്ളിലത്തെ പൂഴിയും പൊടിയും ഒക്കെ പോവുകയും ചെയ്യും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളിതുമാതിരി ഒന്ന് ചെയ്ത് നോക്ക്, അപ്പം നമുക്ക് മനസ്സിലാവേ. ഇനിയപ്പോൾ പ്രത്യേകിച്ച് വലിയ ആലഭാരം പിടിച്ച പണികളൊന്നുമില്ല. ഈ ഒരു ഭാഗം അത് എടുത്തോടത്ത് തന്നെ പോയി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആദ്യം തന്നെ എനിക്കത് ഫിറ്റ് ചെയ്ത് തന്നേട്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെഷീൻ തുറന്നിട്ട് അതിലോട്ട് നമ്മൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് കാണിച്ചു തന്നില്ലേ ഒരു അടിപൊളി ടിപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഒരു ടിപ്പ് പയറ്റണം. എന്ന് വെച്ചാൽ നാരങ്ങ നെടുകെ അങ്ങോട്ട് കീറി അതിലോട്ട് നമ്മൾ കുറച്ച് പേസ്റ്റ് വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഓറഞ്ചിലും നാരങ്ങയിലൊക്കെ ഇങ്ങനെ ചെയ്യൂലേ, മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കഴിക്കൂലേ, അതുമാതിരി പേസ്റ്റ് ഇങ്ങനെ തേച്ച് നല്ലോണം ഉരച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ആ ഒരു ടബിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്രയും പോകുന്ന കുപ്പിയാണ് സുർക്ക എടുത്തിട്ടുള്ളത്. അത് മുഴുക്കി ഒഴിച്ചു കൊടുക്കണില്ല, ഇതിൻ്റെ മുക്കാ ഭാഗം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടാണ് ടബ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല മെനക്ക് വൃത്തിയാവട്ടെ. ഇനിയിപ്പോൾ 93 മിനിറ്റാണ് ഈ ഒരു എക്കോ ടബ് ക്ലീനിങ്ങിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി കുറച്ച് നേരത്തിന് മെഷീനിൻ്റെ അടുത്തേക്ക് വരിക വേണ്ട, അതങ്ങനെ കടന്ന് ക്ലീൻ ആയിക്കോളും. വെള്ളം അങ്ങനെ വരും കേട്ടോ. നമ്മളിത് ഒഴിക്കുമ്പോഴത്തേക്കും വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. എക്കോ ടബ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ വെള്ളം വന്നോളും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.